സോ യെസ് ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി നമ്മൾ കുറേ നാളായി സിറ്റി കയറിയിട്ട് അപ്പം അങ്ങനത്തെ കുറേ പരിപാടിയാണ് നമ്മളിപ്പോൾ അതെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു, റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഗൈസ്, നമുക്കൊരു കിട്ടിയില്ല കാർ എടുക്കണം ഗൈസ്, എന്നിട്ട് നമുക്ക് മറ്റേ ചില്ലിയാടിലേക്കൊക്കെ ഒരു ട്രിപ്പ് പോകണം. സോ അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, കുറച്ചൊരു ട്രക്ക് ടൈപ്പ് ഓഫ് വണ്ടി തന്നെ വേണം. സിമിയോണെ വിളിച്ചൊന്ന് പറയാം ഗൈസ്, എന്നിട്ട് പുള്ളി നാളെ വല്ലോ പുള്ളി മടിയനാ ഗൈസ്, പുള്ളി എപ്പോഴേലും കൊണ്ട് വെച്ചായി. സോ നമുക്ക് സിമിയോണെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. പുള്ളിയുടെ അടുത്തൊരു കാർ ഒപ്പിക്കാൻ പറയാം. പൈസ ഒരു വിഷയമല്ല. സോ നമ്മൾ ഏതൊരു കിടിലൻ കാറ്, ഒരുവിധം നല്ല രീതിയിൽ ആർമേഡ് മോഡിഫൈഡ് വണ്ടി എടുത്തോളാൻ പറയാം. സോ ലെറ്റ്സ് ഗോ, നമുക്ക് സിമിയോണെ വിളിച്ച് സംസാരിക്കാം. സിമിയോടെ അടുത്ത് നമ്മൾ പറഞ്ഞ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കാർ എത്തിച്ചു തരാമെന്ന് സിമിയോട് ഏറ്റിട്ടുണ്ട്. സോ യെസ് ഗൈസ്, നമ്മൾ വിളിച്ചു പറഞ്ഞ എടാ ഇത്രയും ആത്മാർത്ഥതയാണ് സിമിയോടെ ഞാൻ ആദ്യമായിട്ട് കാണാം ഗൈസ്. പെട്ടെന്ന് കാറിന്റെ ഒരു കിടിലൻ കാർ ഗൈസ്. എനിക്ക് തോന്നി സിറ്റിയിൽ തന്നെ ആർക്കും ഇല്ലാത്ത ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ഉള്ള കാറാണ്. നമുക്ക് നാളെ രാവിലെ പോയി പിക്ക് ചെയ്യാം. എനിക്ക് പടം കിട്ടിയിട്ടുണ്ട്. യെസ് ഗൈസ്, നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറാം ഗൈസ്. നമുക്ക് കുറച്ച് നമ്മുടെ ട്രേഡ് മാർക്ക് കളറായ ബ്ലാക്ക്. എൻ്റെ അമ്മ, നമ്മൾ ഈ ട്രിപ്പ് പൊളിക്കും ഗൈസ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചാത്തനെയൊക്കെ വിളിച്ചിട്ട് ഒരു ട്രിപ്പ് പോവാം. സോ യെസ് ഗൈസ്, നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങാം ഗൈസ്. ഇപ്പം കുറച്ച് ദൂരം ഉണ്ട് സിമിയോണ്ട കടയിലെ തൊട്ട് ഇവിടെ നിന്ന്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. യാ ലെറ്റ്സ് ഗോ. നമുക്ക് ടാക്സി വിളിച്ച് പോവാം ഗൈസ്, കാരണം നമ്മുടെ കറന്റ് ഇപ്പം കാറൊന്നും ഇല്ലായിരുന്നു. സോ ലെറ്റ്സ് ഗോ. സോ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ടാക്സിയും കൂടെ വിളിച്ച് വെച്ചായിരുന്നു. സോ ടാക്സി വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ യെസ് ഗൈസ്, നമ്മൾ കറക്റ്റ് രാവിലെ ആയപ്പോൾ ഇവിടെ സിമിയോണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സിമിയോടൊക്കെ എത്തിയാടെ അതോ കിടന്ന് ഉറങ്ങുകയാണ്? ഇവിടെ രാവിലെ ഇത്രയും പേരാ കടയിൽ. എൻ്റെ അമ്മയെ, കച്ചവടം തന്നെയാണല്ലോ ഗൈസ് മൊത്തം. കിടിലൻ എന്തായാലും നോക്കട്ടെ. സിമിയോടെ, നമ്മുടെ കാറിന്റെ കാര്യം എന്താ സിമിയോടെ? സോ യെസ് ഗൈസ്, സിമിയോൺ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കടയുടെ ബാക്കിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്ന് വിൽക്കാനാണോ എന്നൊക്കെ ചോദിക്കും. പുള്ളിക്ക് വള്ളിയാണെന്ന് പുള്ളി പറഞ്ഞത്. സോ ഇവിടെ എങ്ങാണ്ട് ഇട്ടേക്കുന്ന. സോ ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മേ, എടാ എൻ്റെ അമ്മ, ഇത് എന്ത് എടേ ഇജാതിക്കാറ്. എൻ്റെ അമ്മ, എൻ്റെ കളറ് നോക്കണേ. ഞാൻ ഇന്നലെ പടത്തിൽ കണ്ടപ്പോൾ ഇത്ര എനിക്ക് തോന്നിയില്ല ഗൈസ്, മനസ്സിലായോ? അതാണ് ഇത്ര ഇതെനിക്ക് തോന്നിയത്. എൻ്റെ അമ്മയെ കൊള്ളാടാ. എൻ്റെ അമ്മ, എടേ ഇത് വെച്ചൊക്കെ ട്രിപ്പ് പോയ സെറ്റ് ട്രിപ്പായിരിക്കും. ഓക്കെ ഇടേ, കൊള്ളാം ഗൈസ്. നമുക്ക് എടുത്ത് നോക്കാം. ഓ സ്മൂത്ത് ലെറ്റ്സ് ഗോ. ഇപ്പം എത്ര മണിയായി നോക്കട്ടെ? 7:39. അപ്പം ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില്ലിയാടിനെത്താൻ അധികം സമയം വേണ്ടെന്ന് തോന്നുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഇവിടെയാണ് ചില്ലിയാട്. സോ കുറച്ച് റഷ് അടിക്കേണ്ടി വരും, കാരണം ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ നമുക്ക് പോകാൻ കഴിച്ചു. എന്തായാലും നമ്മൾ ഇത്ര വണ്ടിയെ കിട്ടി. സെറ്റ് ലെറ്റ്സ് ഗോ. കില്ല വണ്ടി കേട്ടോ ഇത്. മറ്റേ മലയാളമൊക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പോൾ റോഡിൽ കൂടെ ഓടിക്കുന്ന ഏത് വണ്ടി ഓടുമല്ലോ. സോ അതുകൊണ്ട് ലെറ്റ്സ് ഗോ, അങ്ങോട്ട് പോയി നോക്കാൻ കഴിച്ചു. ഇത് നമ്മുടെ വണ്ടിയുടെ തന്നെ ഇതല്ലേണത് അച്ചാരെ. വി ഹാവ് മോഡിഫൈഡ് കാർ. ഓക്കെ, നോട്ട് ന്യൂ ലൈക്ക് യു. കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലൊക്കെ മറ്റേ ഇതൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ബ്രോ? ഇവിടെ ഒരു മഴ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വൈബായിരിക്കും ഗൈസ്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈബായിരിക്കും. അതൊക്കെ അത്ര ഉള്ളൂ. അതാണ് ഗൈസ് ചില്ലിയാട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ചില്ലിയാട്, റൈറ്റ്? യാ, ഐ തിങ്ക് ഇറ്റ് ഈസ്. ലെറ്റ്സ് ഗോ.
പക്ഷെ എൻ്റെ അമ്മയുടെ ഈ കാർ ഇത്രയും കയറുമോ? സാധാരണ ഈ വണ്ടിയൊന്നും ഇത്രയും കയറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി തന്നെ സിനിമയുടെ അടുത്ത് പറഞ്ഞെടുത്തത്. കയറിയാൽ മതിയായിരുന്നിട്ട് ഇതൊക്കെ. ഞാൻ കേസ് അത് തന്നെയാണ് ചില്ലയാള്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചില്ലയാള് വരുന്നത്. എനിക്കറിയില്ല. എൻ്റെ അമ്മോ, എടി ഇവനൊക്കെ ഈ കാറും കൊണ്ട് പോയാൽ കയറുമോ? ഇത് മേളിലോട്ട് കയറില്ലായിരിക്കും, നമുക്ക് താഴെ ഇട്ടിട്ട് കയറാനായിരിക്കും. സോ യെസ് ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയണം എന്നാണ് പറയുന്നത്. ഓ എടാ, ഇവിടെ നിന്നാണ് ആ ടഫ്. ഇവിടെ നിന്നാണ് ഫുള്ള് മലയുടെ ആ ഒരു സെറ്റപ്പ് തുടങ്ങുന്നത്. പിന്നെ കുറേ ജീവികളുണ്ട്, പട്ടി, ആന, എന്താണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ജസ്റ്റ് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ചാത്തനെയൊക്കെ കൂട്ടി വരാം. അപ്പോൾ ചാത്തനെ കണ്ട് എല്ലാവരും പേടിച്ചോളും. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പേടിക്കാനില്ല, മനസ്സിലായോ? ലെറ്റ്സ് ഗോ. സോ കിടിലൻ ടണലൊക്കെ ഉണ്ടല്ലോ. ലെറ്റ്സ് ഗോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓ എൻ്റെ അമ്മ മഴ സെറ്റ് എടാ. എത്ര മണിയാടാ? 10 മണിയായിട്ടുള്ളൂ. പക്ഷെ മഴ കിടിലം വൈബ് ഗൈസ്. നമുക്ക് വേഗം മേളിലെത്താൻ പറ്റുന്ന നോക്കാം. കുറച്ചധികം പണിയായിരിക്കും, കാരണം മഴയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നു. എടി ഇവിടെ നിന്ന് ആരും കാറ് മേളോട്ട് കൊണ്ടുപോകാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ, നമ്മൾ ഈ കാറായത് മാത്രം എനിക്ക് തോന്നിയത് പോയി. ഇല്ലെങ്കിൽ ഞാൻ സിനിമ തല വയ്ക്കാൻ വിളിക്കും. എൻ്റെ അമ്മയെ വഴിക്കലുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ അമ്മയുടെ സിമ്പിളായിട്ട് കയറണത്. എൻ്റെ അമ്മ ഇപ്പം പോയെന്നേട്ടാ. Let's go guys. എൻ്റെ അമ്മ അവിടെ കണ്ടാ സ്റ്റോപ്പ്, അങ്ങ് വരെ എത്താം. ഇതുവഴിയൊന്നും ആരും കാറുകൊണ്ട് വരില്ല, നമ്മൾ മാത്രമേ ഇത് വരുള്ളൂ. തെങ്ങാനും പെട്ടാൽ തന്നെ നമുക്കാണ് പണി കിട്ടുക, മനസ്സിലായോ? എൻ്റെ അമ്മ പവറിലുണ്ടോ നമ്മുടെ കാറിൻ്റെ? നമ്മുടെ കാറിൻ്റെ പവർ ഇച്ചാതി. ഒറ്റയടിക്ക് കയറി പോകോ. അത്രേ ഉള്ളു. കണ്ടോ ഇച്ചാതി. എടാ ഇച്ചാതി പവറിനോ അങ്ങനെ നമ്മളെ വേണ്ടിക്ക്. Let's go. I think we are halfway. We completed halfway. Let's go. എൻ്റെ അമ്മ, കിടിലം കേട്ടോ. നമ്മുടെ കാറ് കിടില. സിനിമയോട് നമ്മളിന്ന് ഇത് കൊടുക്കും, ബോണസ് കൊടുക്കും. ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മ, കിടിലം. ലെറ്റ്സ് ഗോ. ഐ തിങ്ക് വി ആർ ഓൺ ദ ടോപ്പ്. ഞാൻ ഇനിയുണ്ട്. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ടാസ്ക് ഉള്ള സ്ഥലം കണ്ടത്. ലെറ്റ്സ് ഗോ. നമ്മൾ ഇത്രയും ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അപ്പം പോവും. അപ്പം മഴയും കൂടെ പെയ്തുകൊണ്ട് കുറച്ചുകൂടെ കിടിലായിട്ട് ഇരിപ്പുണ്ട്. കയറാൻ നല്ല പണിയുണ്ട്.
നമ്മുടെ ഈ കാർ ആയതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുന്നു. പിന്നെ ഈ വണ്ടി താഴെ പോവുകയാണെങ്കിൽ അത് എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇവിടെ ഇതെന്താ കുറെ പട്ടികളുണ്ടല്ലോ. അതെ അതെ അതെ, ഞാൻ പറഞ്ഞ ഇവര് വാക്കേഴ്സ്. മച്ചാനെ കയറണോ? ലിഫ്റ്റ് വേണോ? ലിഫ്റ്റ് ലിഫ്റ്റ്. നമ്മളെ കുറച്ച് കിടയിലെ വണ്ടിയാണെന്ന് അറിയാലോ മച്ചാനെ. ലിഫ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ സെറ്റ് ചെയ്ത് തരാം. വിഷയമായിരുന്നു നമുക്ക്. നമ്മളിതൊക്കെ ഒരു ചാരിറ്റിയുടെ വർക്ക് ചെയ്യുന്നതാണ്. ടോപ്പ് വരെ എത്തി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ കൊണ്ടിട്ടിട്ട് സൈറ്റ് സീയിങ്. അയ്യോ ഫ്രണ്ട് ഇടിക്കുമോ? ഇല്ല, ഫ്രണ്ടൊന്നും ഇടിക്കില്ല ഗൈസ്. ദിസ് ഈസ് ലെറ്റ്സ് ഗോ. വി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദി ചില്ലിയാൾ ഗൈസ്. ലെറ്റ്സ് ഗോ. അവിടെയാണ് ടോപ്പ്. അങ്ങ് വരെ കയറ്റണമെങ്കിൽ കയറ്റാം, പക്ഷെ വെറുതെ എന്തിനാ ഗൈസ് നമ്മൾ ഇത്രയും കിടലും പൈസ കൊടുത്ത് മേടിച്ച വണ്ടി വെറുതെ നശിപ്പിക്കുന്നതിന്. ഇപ്പം അതേ ഒരു പോറൽ പോലും ഇല്ല വണ്ടിക്ക്, മനസ്സിലായോ? ഇല്ല, ചെറുതായിട്ട് പോറലുണ്ട്, അത് നോക്കണ്ട. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ ഒരു ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചാത്തനെയൊക്കെ കൂട്ടി ഒരു ദിവസം വരാം ഗൈസ്. ഇന്ന് നമുക്ക് ക്യാമ്പിങ് ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ. സോ ദിസ് ഈസ് ദ വീഡിയോ. സോ ഇതേപോലെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. യാ, ലെറ്റ്സ് ഗോ. വി ഹാവ് പ്ലാൻഡ് സംതിങ് ബിഗ്. നമ്മൾ വൻ പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഇത് ഫുള്ള് നമ്മുടെ കണ്ടന്റാണ്. ലെറ്റ്സ് ഗോ. സോ വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.